ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ബിൻസിയുടെ അക്കോമഡേഷനിലാണ്. ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. എപ്പോൾ ഇറങ്ങിയാലും ഭയങ്കര സൈലൻസാണ് ഈ ഒരു ഫ്ലോറിൽ. എപ്പോൾ ലിഫ്റ്റ് ഇറങ്ങിയാലും ആരും കാണില്ല. നേരെ കാണുന്നതാണ് നമ്മുടെ ഈ ബിൻസിയുടെ അക്കോമഡേഷൻ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവണം, പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അധികം പേരൊന്നും കാണത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഫുൾ കാലിയാണ്. കിച്ചണിലും ആരുമില്ല, ഹാളിലും ആരുമില്ല. ഇപ്പോൾ ഫുൾ സൈലൻറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ബിൻസിയുടെ റൂമിലോട്ട് പോയി. ഇവിടെയാണ് ബിൻസിയുടെ റൂം വരുന്നത്. ഞാൻ ചെന്നപ്പോൾ അവളുടെ ബെഡിൻ്റെ അകത്തായിരുന്നു. ഞാൻ കൊണ്ട് ഫുഡ് കൊടുത്തപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് ഈത്തപ്പഴമൊക്കെ തന്നു. നല്ലൊരു ടേസ്റ്റൊക്കെയുള്ള നല്ലൊരു ഈത്തപ്പഴമാണ്. ഞാൻ ഐസായിട്ട് അടുത്തങ്ങ് വെച്ചു. അതിനുശേഷം പുറത്തോട്ടിറങ്ങിയപ്പോൾ മഴക്കോള് പോലെ ഉണ്ട്. മഴ പെയ്യുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ അവളെനിക്ക് കപ്പലിൻ്റെ മുട്ടയൊക്കെ തന്നു. ഞാൻ അതും കഴിച്ച് നമ്മൾ നേരെ റൂഫ് ടോപ്പിൽ കുറച്ച് നടക്കാനൊക്കെ പോയി. ഇവിടെ പൊടിയുണ്ട്, പക്ഷേ പൊടിയൊന്നും കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്നൊരു ചട്ടിയും കിട്ടി, അതും പൊക്കിക്കൊണ്ടിങ്ങ് വന്നു. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും കളഞ്ഞിട്ടി അതെടുക്കാൻ വേണ്ടി നടക്കുക അവൾ. അതെടുത്ത് നമ്മൾ നേരെ റൂമിലോട്ട് വന്നു. റൂമിൽ വന്ന് പിന്നെ ഇവളുടെ ഫാഷൻ ഷോ ആയിരുന്നു. ഓരോ ഡ്രസ്സും ഇട്ട് താഴെ ചായ കുടിക്കാൻ വേണ്ടി പോകാം ഒരു വാക്കേ ഞാൻ പറഞ്ഞോളൂ. അതൊക്കെ ഓരോ ഡ്രസ്സും ഇട്ട് മാറ്റി എടുത്ത് അവസാനം ഇതല്ല ഇട്ടത്, വേറൊരു ഡ്രസ്സാണ് ഇട്ടത്. ഈ ഡ്രസ്സും ഇട്ടിട്ട് ഇറങ്ങി. എന്തിനാണ് അവൾ ഇത്ര ഒരുങ്ങിയെന്നറിയില്ല. പിന്നെ താഴെ ചെന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അറിയാമല്ലോ, കറാമ ഈസ് ഓൾവേസ് ഫുൾ ഓഫ് ബ്ലോക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിലെത്തി. ലുലുവിൽ ചെന്നപ്പം ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരും ഓഫേഴ്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കടയിലൊക്കെ. അങ്ങനെ ലുലുവിൽ ചെന്നു. അവിടെ പായസം മേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പായസമൊക്കെ അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഫ്രൂട്ട് സെക്ഷനിൽ ചെന്നിട്ട് എന്തിനെങ്കിലുമൊക്കെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടോയെന്ന് നോക്കി. അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷനിൽ ഞാൻ നേരെ ഒന്ന് സ്റ്റേഷനറി സെക്ഷനിൽ പോയായിരുന്നു. അവിടെ കുറച്ച് ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടെയിൽസ് ഓഫ് അറേബ്യൻ നൈറ്റ്സും അങ്ങനെ മിസ്റ്ററി, അങ്ങനെ കുറേ പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കി വന്നപ്പോഴാണ് കണ്ണിൽ ഈ ഒരു ബോക്സ് ഇടുന്നത്. ഈ ഒരു പെൻസിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. കാരണം ഈ ഗൾഫിലെ അച്ഛന്മാരൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമായിരുന്നു ഈ ഒരു ബോക്സ്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരാൾക്കോ 2 പേർക്ക് മാത്രമേ ഈ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കാണാനും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. ഇന്ന് ഞാൻ അവിടെ നോക്കിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഞാനങ്ങനെ കുറേ ബോക്സൊക്കെ എടുത്ത് നോക്കി. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബോക്സസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഇലക്ട്രോണിക് സെക്ഷനിലാണ്. അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടൊരു ലാമ്പ് കണ്ടു. ഇതൊരു സോളാർ പവർഡാണ്. 20 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായി കാണാൻ. പിന്നെ അവിടെ നിന്ന് നേരെ ബിൻസി എന്നെയും കൊണ്ട് നേരെ അറിയാമല്ലോ ആസ് യൂഷ്വൽ മേക്കപ്പ് സെക്ഷനിലോട്ട് ചെന്നു. അവൾക്ക് ഏതോ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ നോക്കി. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ കുറേ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ഈ ഐസ്ക്രീം മോഡലിലിരിക്കുന്നത്. ഇതിന് കാണുമ്പോഴല്ലോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. സംഭവം കാണാൻ നല്ല ഭംഗിയുള്ള കുറേ പെർഫ്യൂം ബോട്ടിൽസൊക്കെ ഉണ്ട്. ലൈക്ക് ബോട്ടിൽസ് കാണാൻ കൊള്ളാം. നല്ല പെർഫ്യൂംസ് ആയിരുന്നു. നല്ല ഐസ്ക്രീമിൻ്റെ ഓരോ ഫ്രാഗ്രൻസ് ആയിരുന്നു അത്. പിന്നെ അതിനുശേഷം നേരെ ബാക്ക് സെക്ഷനിൽ ചെന്നിട്ട് നമ്മുടെ ബിൻസിയുടെ കുറച്ച് ഫാഷൻ ഷോ ആയിരുന്നു. അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫിഹാൻ എത്തി. അതെ, നമ്മുടെ ഫിഹാൻ എപ്പോഴും എവിടെയെങ്കിലും കറാമ വന്നാൽ കാണും. അപ്പോൾ അവൻ ഇവിടെ വന്നിരുന്നു. ജസ്റ്റ് അവൻ ലുലുവിൽ വന്നതാണ്. അപ്പോഴത്തേക്കും പിന്നെ അറിയാമല്ലോ നമ്മുടെ കണ്ണിൽ പെട്ടുപോയി. പിന്നെ അവിടെ നിന്ന് ടോയ് സെക്ഷനിൽ ചെന്ന് കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ടോയ്സിനെയൊക്കെ കണ്ടു. നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൽ തൊപ്പിയൊക്കെ ഊരാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഈ ടോയ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നടന്നു വന്നപ്പോൾ കിറ്റ്കാറ്റിൻ്റെ കളഞ്ഞു പോയെന്തോ ട്രക്കിൽ നിന്ന് മിസ്സായ കുറേ സ്വീറ്റ്സ്, ആ ഒരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ഇവിടെ കണ്ടായിരുന്നു. പിന്നെ ലുലുവെന്ന് ഇറങ്ങി നേരെ പുറത്തിറങ്ങിയപ്പോൾ അപ്പോൾ നമ്മൾ കണ്ട ആ ബ്ലോക്ക് ഇപ്പോഴും ഉണ്ട്. ആ ട്രാഫിക് ബ്ലോക്കിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടന്നു നമ്മൾ ഒരു ചായക്കടയിൽ ചെന്നു. അപ്പോഴത്തേക്കും ഫിഹാൻ പോയി. പിന്നെ ഞാനും ബിൻസിയായിട്ട് മാറി. നമ്മൾ പിന്നെ ഒരു ഷവർമയും മേടിച്ചു, ചായയും കുടിച്ചു, കഥകളൊക്കെ പറഞ്ഞു.
ഷവർമ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു സ്പൈസി ഫ്ലേവേർഡ് ആയിട്ടുള്ള നോർമൽ ചിക്കൻ ഷവർമ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായയും കൊള്ളായിരുന്നു. ആ ഒരു എന്താ പറയുക, ഒരു തണുപ്പത്ത് ചായ അടിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളായിട്ട് നേരെ റൂമിലോട്ട് വന്നു. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.